Hello guys, welcome back to Flying Freakies. It's me Kiran. It's me Reshma. ബാക്കിൽ അഭിലാഷ് അതുമില്ലേ നിൽക്കുന്നു നമ്മുടെ ന്യൂ കമേഴ്സ് ഫോർ യൂട്യൂബ്. അതെ, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോച്ചയാണ്. നമ്മൾ ഓൾറെഡി ബോച്ച എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്കിന്ന് അന്നുണ്ടായിരുന്നു പ്രത്യേകത എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുമാത്രമല്ല ഭയങ്കര തിരക്കുമായിരുന്നു. നമുക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കള്ളൊന്നും കിട്ടിയില്ലായിരുന്നു. സോ ഇന്ന് നമ്മളത് നേരത്തെ ഓർഡർ ചെയ്തിട്ടൊക്കെയാണ് വന്നത്. തിരക്കില്ല. ഇപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ എന്താ കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇന്നത്തെ ഷൂട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് വൈപ്പിൻ നായരമ്പലമാണ്. ബോച്ചയുടെ ടോഡി ഷോപ്പിലാണ് ഇന്ന് നമ്മൾ ഫുഡ് റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ബോച്ചയുടെ ടോഡി ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ കൊല്ലം വന്നത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നതിനെക്കാട്ടി കുറച്ചുകൂടി ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ലൈക്ക് ബോച്ചയുടെ ഒരു സ്റ്റാച്ചുവിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്, തെങ്ങിൽ കയറുന്നതിൻ്റെ ഒരു ഇത്, പിന്നെ വന്നിരിക്കുന്ന മുയൽ, അങ്ങനത്തെ ഇതൊക്കെ. പിന്നെ ഞങ്ങൾ വരുന്ന അന്ന് ഗെയിംസ്, ഐ മീൻ കുട്ടികളുടെ പ്ലേ ഏരിയ റെഡി ആയിട്ടില്ല, ഇന്ന് സെറ്റ് ആകുന്നേ ഉള്ളായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. സോ ഞങ്ങൾ ഇന്ന് ന്യൂലി മാരീഡ് കപ്പിൾസായിട്ട് ഇരുന്ന് ഓൾഡ് കപ്പിൾസ് ഊഞ്ഞാലാടുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങൾ ആക്ച്വലി ഊഞ്ഞാലാടാനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റിസർവ് ചെയ്തതാണ്. ബട്ട് അവിടെ ചെന്നപ്പോൾ ആസ് യൂഷ്വൽ റിസർവേഷൻ ഇല്ല, അത് ഫുള്ളാണ് ഇത് ഫുള്ളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ റിസർവ് ചെയ്തെടുത്ത് ഒരാൾ പോലും ഇല്ലായിരുന്നു. എന്നും പറയുന്ന പോലെ തന്നെ അവർ പറഞ്ഞു. പിന്നെ ആസ് യൂഷ്വൽ വെയിറ്റ്, പ്ലേറ്റ്സ് മാത്രം എന്തോ വെയിറ്റ് ചെയ്യണമെന്ന് കരുതിയിട്ട് നേരത്തെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലത്തെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ റിസർവ് ചെയ്തിട്ട് പോയത്. ഞങ്ങൾ പിന്നെ ആദ്യം കള്ള് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് കള്ള് കഴിഞ്ഞ വർഷത്തെ പോലെ മിസ്സാണ്ടെന്ന് വെച്ചിട്ടാണ് അത് ബുക്ക് ചെയ്ത് വെച്ചത്. മധുരക്കള്ളാണ്, അല്ലാതെ ഭയങ്കര എന്താ വീര്യം കൂടി അങ്ങനത്തെ ഒന്നുമില്ല, നോർമൽ നമ്മുടെ അപ്പത്തിനൊക്കെ ചേർക്കാന്നുള്ള രീതിയിലുള്ള ആണ്. പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങൾ ഫിഷ് ആക്ച്വലി ഓർഡർ ചെയ്തില്ല, എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ചെറിയ അനുഭവം ഉള്ളതുകൊണ്ട്. ഇത്തവണ ഞങ്ങൾ ഓർഡർ ചെയ്തത് കക്ക ഫ്രൈ, പിന്നെ ചെമ്മീൻ വരുന്നുണ്ട്, പിന്നെ പാൽക്കപ്പ, പിന്നെ ബീഫ് എന്തോ തേങ്ങ കൊത്തിട്ടത്, അതാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ കിരൺ വേറൊരു ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഊണാണ്. ഊണിൻ്റെ കൂടെ ആസ് യൂഷ്വൽ ഒരു തോരൻ എന്തോ ഒരു തോരൻ, അത് ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടില്ല. പിന്നെ ചോറുണ്ട്. അങ്ങനെ ഒരു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ യൂട്യൂബിലെ ശരിക്കും പറഞ്ഞാൽ റിവ്യൂ കണ്ടിട്ടാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ ഓപ്റ്റ് ചെയ്ത് പോയത്. ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയതാണ്, എന്നിട്ട് ഞങ്ങൾ പോയി. എനിക്ക് അത് സ്റ്റാർട്ടിങ് ആയിരുന്നുകൊണ്ട് നമ്മൾ നെഗറ്റീവ് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു നോക്കി, കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ സെക്കൻഡ് ടൈം വന്നപ്പോഴും നമുക്ക് ഒന്നും പറയാനില്ല, ഉള്ളത് പറയണം. കള്ളൊക്കെ ഓക്കെ ഫൈൻ, ഒന്നും ചേർത്തിട്ടില്ല, ഫൈൻ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചിൽഡായിരുന്നു. പിന്നെ അതിലുള്ളതിൽ നല്ലത് കക്ക ഇറച്ചി ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മുടെ വന്നിട്ട് ബീഫ്, അതും കൊള്ളായിരുന്നു. വേറെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീനൊന്നും ഒരു കാശൊന്നും കൊള്ളത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഫിഷും കൂടെ ഓർഡർ ചെയ്തിരുന്നു, അതും കൂടെ അവിടെ ഇട്ടിട്ട് വരേണ്ടി വന്നേനെ. ബിക്കോസ് എനിക്ക് ഫിഷല്ല, ചെമ്മീൻ വന്നിട്ട് എനിക്ക് എന്തോ അതിൻ്റെ ടേസ്റ്റ് പിടിച്ചില്ല. വെറുതെ പുഴുങ്ങിയിട്ട് എടുത്തിട്ട് അതിൻ്റെ എന്തോ ആ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ടേസ്റ്റ് പോലെ ഒരു ഉളുമ്പ് ചൊവയോ അങ്ങനെയും പറയാൻ വേണമെങ്കിൽ, അതായിരിക്കും നിങ്ങൾക്കൊക്കെ അറിയാൻ തോന്നുന്ന ഭാഷ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾ ഫിഷിലേക്കൊന്നും കടന്നില്ല. സെക്കൻഡ് ടൈമും കള്ള് ഇത് ചെയ്തപ്പോൾ കക്കയിറച്ചിയാണ് പറഞ്ഞത്. പക്ഷേ സെക്കൻഡ് ടൈം കക്കയിറച്ചി പറഞ്ഞപ്പോഴത്തേക്ക് അഭിലാഷ് പറയുന്ന പോലെ ഉപ്പായിരുന്നു, അത്യാവശ്യം ഉപ്പുണ്ട്. ഞാനും കഴിച്ചില്ല, എനിക്കും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അവിടെ ഇട്ടിട്ട് പോന്നു. പക്ഷേ പാൽക്കപ്പയും നോർമൽ കപ്പയും കുഴപ്പമില്ലായിരുന്നു. അതിലെനിക്കിഷ്ടം പാൽക്കപ്പയാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ക്വാണ്ടിറ്റി എനിക്ക് എന്താ പറയുക, ചാർജും ക്വാണ്ടിറ്റിയും കൂടി തമ്മിൽ യാതൊരു മാച്ചും ഇല്ല. കുറച്ച് കൂടുതലല്ലേ ചാർജ്, എക്സ്പെൻസ് എന്ന് എനിക്ക് തോന്നിപ്പോയി. ബിക്കോസ് അതിനുള്ള ക്വാണ്ടിറ്റിയും ഒരു ഗുമ്മും വന്നില്ല എനിക്ക്. ആ ഒരു റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഹോട്ടലിൽ നിന്ന് ധൂമായിട്ട് കഴിക്കാമെന്ന് തോന്നി. ബിക്കോസ് നമുക്ക് ഒരിടത്ത് പോകുമ്പോൾ ഒന്ന് ടേസ്റ്റ് വൈസ് എങ്കിലും ഒരു വേർത്ത് ആയിരിക്കണം. ഇതൊന്നും പറയാനില്ല, ആകെ ഒരു ആംബിയൻസ് മാത്രമുണ്ട്.
പിന്നെ അകത്തായിട്ട് ആ കള്ള് മാത്രമുണ്ട്. അല്ലാണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നിയില്ല. റിസപ്ഷൻ്റെ അവിടെയായിട്ട് ബോച്ച ടീ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മറ്റേ ലക്കി കൂപ്പൺ ഉള്ളത്. അങ്ങനെ ടീ ഒന്ന് ടേസ്റ്റ് ചെയ്യാം, പിന്നെ ലക്കി കൂപ്പണായിട്ട് വല്ല അടിച്ചാലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഒരു 4 എണ്ണം പർച്ചേസ് ചെയ്തായിരുന്നു. ആംബിയൻസിന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അടിപൊളിയാണ് ആംബിയൻസിൽ എനിക്കൊന്നും പറയാനില്ല. അവർ നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്ന ആംബിയൻസ്. ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു ഉച്ച സമയമായതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ചൂട് സമയമായിരുന്നുകൊണ്ട് ബോട്ടിംഗ് ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അമ്മാതിരി ചൂടായിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ ഫിഷായിരുന്നു. അതിനകത്ത് പിന്നെ ഒന്നും കിട്ടാനില്ല, വെറുതെ ഫിഷ് റോഡും വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇടയ്ക്ക് ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ ഒരു ഫിഷ് എണ്ണിച്ച് ഇങ്ങനെ തല വന്ന് പൊക്കി നോക്കിയിട്ട് എനിക്ക് ഓക്സിജൻ താന്ന് പറഞ്ഞ പോലെ നോക്കുന്ന മാത്രം കണ്ടു കേട്ടോ. അല്ലാണ്ട് ആരോട് ഫിഷൊന്നും ഇടുന്നൊന്നും ഉണ്ടായില്ല. ബിക്കോസ് ഒന്നത് വളർത്തുന്ന ഫിഷാണ്, അതാകെ കുഞ്ഞിതായിരിക്കും. സോ ഞങ്ങളാരും അതിനുള്ള ട്രൈ ഒന്നും നടത്തിയില്ല. പിന്നെ ചൂടായിരുന്നുകൊണ്ട് കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അവിടെ വന്ന് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. സോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് subscribe, like, share and comment. So see you in next video. Bye.